അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം മോശമായ രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. കാരണം ഖുർആനിൽ സ്ത്രീകളെ ഒരു ലൈംഗിക വസ്തുവായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ നടത്തിയ പരാമർശം എന്ന് പറഞ്ഞാൽ നിസാഉക്കും ഹർസുൽ ലക്കും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന പരാമർശമാണ് ഖുർആൻ നടത്തുന്നത്. ഇത് തികച്ചും ഒരു നീതിയുക്തമായ പരാമർശമല്ലല്ലോ. കേവലം ലൈംഗിക ഭോഗ വസ്തുവാണോ സ്ത്രീകൾ? അപ്പോൾ ഖുർആൻ ഒരിക്കലും മാനവികതക്ക് നിരക്കുന്ന പരാമർശമല്ല ഇവിടെ നടത്തിയത് എന്ന് പരക്കെ ഇസ്ലാം വിമർശകർ പറയാറുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈ പരാമർശം നടത്തുന്നത് സ്ത്രീകളെ അപമാനിക്കുവാനോ അവരെ അവഹേളിക്കുവാനോ അല്ല. മറിച്ച് ഖുർആൻ ആലങ്കാരികമായി പല പരാമർശങ്ങളും നടത്താറുണ്ട്. പ്രത്യേകിച്ച് നേർക്ക് നേരെ ലൈംഗികമായ വിഷയങ്ങൾ ഖുർആൻ നേർക്ക് നേരെ പറയുന്നതിന് പകരം ആ വിഷയങ്ങളിലെല്ലാം ഒരു സാഹിത്യപരമോ ഉദാഹരണപരമോ ഒക്കെയാണ് സൂചിപ്പിക്കാറുള്ളത്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഉഹില്ല ലക്കുമുൽ ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇക്കും, നോമ്പിന്റെ രാത്രി നിങ്ങൾക്ക് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. ഹുന്ന ലിബാസുൽ ലക്കും വ അന്തും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള വസ്ത്രമാണ്, അവർ നിങ്ങൾക്കുമുള്ള വസ്ത്രമാണ്. അപ്പോൾ സ്ത്രീകളുടെ വസ്ത്രമെന്ന് ഉപമിച്ചത് പരസ്പരം ന്യൂനതകൾ മറച്ചുവെക്കുവാനും പരസ്പര രഹസ്യങ്ങൾ അറിയുന്നതുമായ സ്വന്തം ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രത്തോട് സ്ത്രീകളെ ഉപമിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിസാഉക്കും ഹർസുലക്കും എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരന് തന്റെ കൃഷിയിടത്തെ എത്ര ബഹുമാനമുണ്ട്, എത്ര സ്നേഹമുണ്ട്, എത്ര പരിപാലനമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഹറസുല്ലക്കും, നിങ്ങളുടെ കൃഷിയിടം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലവുമുണ്ട്, അതും കൂടി മനസ്സിലാക്കുക. അതായത് പിൻഭാഗത്തിലൂടെ ഭാര്യയുമായി ഇണചേർന്ന് കഴിഞ്ഞാൽ അതൊരു തെറ്റായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യഹൂദികൾക്കിടയിൽ അങ്ങനെ ഒരു വിശ്വാസം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്തു, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ നശിച്ചു പോയി. ഖാല വമല്ലദി അഹ്ലകക, എന്താണ് ഉമറെ നിന്നെ നശിപ്പിച്ച കാര്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണചേർന്നത് ഈ രൂപത്തിലാണ്, പിൻഭാഗത്തിലൂടെയാണ് എന്ന് പറഞ്ഞു. ഫലം യുറദ് അലൈഹി ഷൈഅൻ, പ്രവാചകനൊന്നും മിണ്ടിയില്ല. ഫൗഹല്ലാഹു ഇലാ റസൂലിഹി ഹാദിഹിൽ ആയ, ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് ഈ വചനം അവതരിപ്പിച്ചു. നിസാഉക്കും ഹർസുൽ ലക്കും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രകാരം ആ കൃഷിയിടത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇവിടെ ഹറസ് എന്ന പരാമർശം ഖുർആൻ ഇവിടെ നടത്തുന്നത് നേർക്ക് നേരെ ലൈംഗിക ചുവയുള്ളൊരു പരാമർശം നടത്തുന്നതിന് പകരം ആലങ്കാരികവും സഭ്യവുമായ രീതിയിലുള്ള ഉദാഹരണം ഇവിടെ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അക്ബിൽ അദ്ബിർ, മുമ്പിലൂടെയോ പിമ്പിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളുമായി സമീപിക്കാം. വത്തഖുദ്ദുബുറ വൽ ഹൈല, ആർത്തവ സമയത്ത് ബന്ധപ്പെടുന്നത് ശപിക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ ഗുദമൈദുന്യം നടത്തുന്നത് അല്ലാഹു മൽഊൻ, ശപിക്കപ്പെട്ട കാര്യമാണ് എന്ന് വിലക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്ലാമിൽ ശാരീരിക ബന്ധത്തിൻ്റെ നിയമം പഠിപ്പിക്കുന്ന സൂക്തമാണിത്. അതിന് നേർക്ക് നേരെ വിശുദ്ധ ഖുർആൻ ഒരു ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തുന്നതിന് പകരം ഹറസുൽ ലക്കും, നിങ്ങളുടെ കൃഷിയിടം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനും കൃഷിയിടവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുള്ള ഒരു പരാമർശമാണ്. കൃഷിക്കാരന് കേവലം ലാഭം മാത്രമല്ലല്ലോ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുക, ആ കൃഷിയിടത്തെ നന്നായി പരിപാലിക്കുകയും സ്നേഹിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ആ കൃഷിയിടത്തിൽ നിന്ന് കൃഷിക്കാരന് നേട്ടമുണ്ടാവുകയുള്ളൂ. ഇതുപോലെ കൃഷിയിടം എന്ന പരാമർശം ഒരു കൃഷിക്കാരൻ കൃഷിയിടത്തെ എങ്ങനെ പരിപാലിക്കണം എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല, ഇസ്ലാമിൻ്റെ ശാരീരിക ബന്ധ നിയമങ്ങളിൽ വെറുക്കപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, അന്യ സ്ത്രീകളുമായും അന്യ പുരുഷന്മാരുമായിട്ടുള്ള ശാരീരിക ബന്ധം ഹറാമാണ്. ബന്ധപ്പെടേണ്ടത് സ്വന്തം ഇണയുമായി മാത്രമാണ്. അവിഹിത ബന്ധം ഹറാമാണ്. അങ്ങനെയുള്ള വിഹിതമായ അനുവദനീയമായ ബന്ധത്തിൽ പോലും ഗുദമൈദുന്യം, അനൽ സെക്സ് ഹറാമാണ്, വലിയ തിന്മയാണ്. രണ്ടാമത്തത് ഹൈദ്, മെൻസസ് പീരീഡിലുള്ള ശാരീരിക ബന്ധവും ഹറാമാണ്. ആ മെൻസസ് കാലഘട്ടങ്ങളിൽ പോലും ഒരുമിച്ച് കിടന്നുറങ്ങുന്നതിൽ ഇസ്ലാം വിലക്കുന്നില്ല, അങ്ങനെ ഒരു വിരോധവുമില്ല. പക്ഷെ ആ സമയത്ത് ഇണചേരുന്നത് ഹറാമാണ്. ഈ നിയമം പഠിപ്പിക്കാനാണ് ഈ സൂക്തം അവതരിച്ചത്. ഹറസുൽ ലക്കും എന്ന പരാമർശം കേവലം ആലങ്കാരിക പരാമർശം മാത്രമാണ്. ലിബാസുൽ ലക്കും എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, അവർ നിങ്ങളുടെ വസ്ത്രമാണെന്ന് പറഞ്ഞല്ലോ, പുരുഷനെ കുറിച്ചും സ്ത്രീയെ കുറിച്ചും പറഞ്ഞു. ഇതൊക്കെ ഒരു ആലങ്കാരിക പദപ്രയോഗം മാത്രമാണ്. നേർക്ക് നേരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തുന്നതിന് പകരം ആലങ്കാരികമായി സൂചിപ്പിക്കുന്ന ആശയം മാത്രമാണ്. ദാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കിടപ്പറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
ശക്തമായ രൂപത്തിൽ നേർക്ക് നേരെ പറയുന്നതിന് പകരം ഖുർആൻ നടത്തുന്നതല്ല മസ്തും നിങ്ങൾ സ്പർശിച്ചാൽ, അല്ലെങ്കിൽ ഹർസുല്ലക്കും നിങ്ങളുടെ കൃഷിയിടം, അല്ലെങ്കിൽ ലിബാസുല്ലക്കും നിങ്ങളുടെ വസ്ത്രം, ഈ രൂപത്തിലുള്ള പരാമർശങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.